ഹായ് എവ്രി വൺ. അപ്പോൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ള മെസ്സേജസ് കൊണ്ടുവരുന്നുണ്ട്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് നിങ്ങളുടെ ഏതൊക്കെ ചക്രാസാണ് ബ്ലോക്ക്ഡ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതൊക്കെ ഷാഡോ ആണ് ചെയ്യേണ്ടത്. ഈ ഒരു ഗൈഡൻസ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ പോപ്പായിട്ട് വരുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്കുള്ളൊരു മെസ്സേജസ് യൂണിവേഴ്സ് കൺവേ ചെയ്യുന്നതാണ് കേട്ടോ. ഓക്കെ, നിങ്ങൾക്ക് റെസൊനേറ്റ് ചെയ്ത് തോന്നുവാണെങ്കിൽ നിങ്ങൾക്കത് കമൻറ്റ് ചെയ്യാം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ലീവ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ടാരോ ഞാൻ എടുക്കാം ആൻഡ് കൂടെ നിങ്ങളുടെ ഫീലിങ്സ്, നിങ്ങളുടെ ഹയർ സെൽഫിന് നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട കാര്യങ്ങളും, അതുപോലെ തന്നെ നിങ്ങൾ ചക്രാസ് ഏതെങ്കിലും ബ്ലോക്ക്ഡ് ആണെങ്കിൽ അത് അൺബ്ലോക്ക് ചെയ്താലാണ് നെക്സ്റ്റ് ലെവൽ ഓഫ് യുവർ ലൈഫിൻ്റെ സ്റ്റേജിലേക്ക് പോകാൻ സാധിക്കുള്ളൂ. ഒരുപാട് പേര് സ്റ്റക്കായിട്ട് നിൽക്കുന്നവർ മെസ്സേജസ് വരാറുണ്ട്, ലൈവൊക്കെ ചെയ്യുമ്പോൾ പറയാറുണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല, എന്തൊക്കെയോ പുൾ ബാക്ക് ചെയ്യുന്ന പോലെ. അപ്പോൾ എന്താണ് ഇതൊക്കെ നമുക്ക് നോക്കാം. റിലേഷൻഷിപ്പ് ഉണ്ടോ, കരിയർ ഉണ്ടോ, എന്തൊക്കെയാണ് കാര്യങ്ങളെന്ന് ഓവറോൾ നമുക്ക് നോക്കാം കേട്ടോ. നമുക്ക് വേണമെങ്കിൽ 2 പൈലായിട്ട് വെക്കാം, പൈൽ 1 പൈൽ 2. ഓക്കെ, ഞാനിവിടെ 2 ക്രിസ്റ്റൽസ് ആണ്. പൈൽ 1 ആയിട്ട് ക്ലിയർ കോഡ്സ് ആണ് വെക്കുന്നത്. പൈൽ 1 ക്ലിയർ കോഡ്സ് വളരെ നല്ലൊരു ക്രിസ്റ്റലാണ് കേട്ടോ. ഹീൽ ചെയ്യാനും ഹീലിങ്സ് ഒക്കെ ചെയ്യുന്നവരാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ ഹീലിങ്സ് ഒക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കയ്യിൽ ഇങ്ങനെ പാമ്പിൽ വെച്ചിട്ട് ഇങ്ങനെ ഹീൽ ചെയ്യുന്നത് വളരെ നന്നായിട്ട് എനർജി ഇൻക്രീസ് ചെയ്യുന്നതാണ്. രണ്ടാമത്തത് സ്മോക്കി കോഡ്സ് ആണ്. ബ്ലാക്ക് ഒബ്സീഡിയനോ അല്ലെങ്കിൽ ബ്ലാക്ക് ടർമാലിനോ ഒക്കെ പോലെ നെഗറ്റിവിറ്റീനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്റ്റോൺ ആണ് സ്മോക്കി കോഡ്സ് കേട്ടോ. അപ്പോൾ പൈൽ 2 സ്മോക്കി കോഡ്സ് ആണ്. അപ്പോൾ ആദ്യം പൈൽ 1ലേക്ക് പോവാം. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ടാരോ റീഡിങ്സോ പേഴ്സണൽ റീഡിങ്സോ ഒക്കെ വേണമെങ്കിൽ കൊടുക്കുന്ന നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക. പെയ്ഡ് റീഡിംഗ് ആയിരിക്കും. 777 ആണ് ഞാൻ ചാർജ് ചെയ്യുന്നത്. 2 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ചോദിക്കാം ആൻഡ് ഡീറ്റെയിൽ ആയിട്ടുള്ള ആൻസർ കിട്ടും ആൻഡ് സൊല്യൂഷൻസും ഉണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ 2 years ആയിട്ട് ടാരോ റീഡിംഗ് ഒക്കെ ചെയ്യുന്നത്. സൈക്കിക്കായിട്ട് ടാരോ റീഡറാണ്, അതുകൊണ്ട് നിങ്ങൾക്ക് വർത്തായിരിക്കും. ഒരിക്കലും പൈസ പോവോ, കറക്റ്റായിട്ടുള്ള ഇൻഫോർമേഷൻ ആവില്ല, അങ്ങനത്തെ ചിന്തകളൊന്നും വേണ്ട. ഇഫ് യു ആർ കണക്റ്റഡ് വിത്ത് മൈ എനർജി, നിങ്ങൾക്ക് ഡിവൈനായിട്ട് എത്തിക്കുന്നതാണ്. കറക്റ്റായിട്ടുള്ള ഇൻഫോർമേഷൻസും ഗൈഡൻസസും ആയിരിക്കും. ഓക്കെ, നിങ്ങൾ ലൈഫ് ടേൺ ആവാൻ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അത് 200% ഗ്യാരണ്ടിയാണ് കേട്ടോ. ആൻഡ് എന്തെങ്കിലും ഹീലിങ്സോ കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ സബ് കോൺഷ്യസ് ഹീലിങ്സ്, ഡിസ്റ്റൻറ്റ് ഹീലിംഗ്, അതുപോലെ ആകാശ റെക്കോർഡ്സ് വഴി നിങ്ങൾക്ക് എന്തെങ്കിലും പാസ്റ്റ് ലൈഫ് കാര്യങ്ങൾ റീഡ് ചെയ്യണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്യാം. സബ് കോൺഷ്യസ് ഹീലിംഗ് ഉണ്ട്, അതൊക്കെ സോൾ പർപ്പസ് ഞാൻ ചെയ്യുന്നതാണ് കേട്ടോ. ആൻഡ് കൂടാതെ സൈക്കോളജിക്കൽ ഇഷ്യൂസിലൂടെ പോകുന്നവർക്ക് കൗൺസിലിങ്ങൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. വളരെയധികം ബ്രേക്കപ്പ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സൈക്കിക് ആയിട്ടുള്ള പാനിക് അറ്റാക്സ് അങ്ങനെയൊക്കെ പല രീതിയിലുള്ള കണ്ടീഷനിലൂടെ പോകുന്നവർക്ക് കോൺടാക്ട് ചെയ്യാം. പെയ്ഡ് ആയിട്ട് സെഷൻസ് ആയിരിക്കും. നിങ്ങൾക്ക് നല്ല രീതിയിൽ നിങ്ങളെ ബാക്ക് ടു നോർമലിലേക്ക് കൊണ്ടുവരാനുള്ള ടിപ്സും കാര്യങ്ങളൊക്കെ എനിക്ക് തരാൻ സാധിക്കുന്നതാണ്. കൂടെ ഹീലിങ്സും ഉണ്ടായിരിക്കും. ഓക്കെ, സോ അങ്ങനെ എന്തെങ്കിലും സിറ്റുവേഷനിൽ കടന്നു പോകുന്നവർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ നമ്പറിലേക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. പൈൽ 1 ഇതാണല്ലേ, ദിസ് ഈസ് പൈൽ 1. അപ്പോൾ എന്താണ് നിങ്ങളുടെ ലൈഫിലുള്ള ബ്ലോക്സ് എന്ന് നോക്കാം. യൂണിവേഴ്സ് സ്പീക്സ് ഏഞ്ചൽ, എന്താണ് ബ്ലോക്സ്? എംബ്രർ. ഓക്കെ, എംബ്രർ റിവേഴ്സ് വന്നേക്കാണ് കേട്ടോ. കാർഡ്സ് ഫുൾ എടുക്കട്ടെ. പേജ് ഓഫ് വാൻസ് ആണ്. റൂട്ട് ചക്ര നന്നായിട്ട് ഇംബാലൻസ് ആയിട്ട് കാണുന്നുണ്ട്. ഒട്ടും ധൈര്യം ഇല്ലാത്തതായിരിക്കാം, എല്ലാത്തിനും പേടി, എന്തെങ്കിലും ചെറിയ കാര്യങ്ങൾക്ക് ഭയങ്കരമായിട്ട് പേടിക്കുക, ഇതൊക്കെ റൂട്ട് ചക്ര ഇംബാലൻസ് വരുമ്പോഴാണ് കേട്ടോ. എഗെയിൻ 7 of Pentacles റിവേഴ്സ് ആണ്. ഹാർഡ് വർക്ക് ചെയ്യുന്ന പേഴ്സൺ ആയിരുന്നു, അതിൻ്റെ ഫലം കിട്ടാതെ ആയപ്പോൾ കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ചെയ്ത പോലെ കാണിക്കുന്നുണ്ട്. കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യാം കേട്ടോ. യെസ്, ലവേഴ്സ് കാർഡ് വരുന്നുണ്ട്. ഏതൊക്കെയോ പാസ്റ്റ് ലൈഫ് പേഴ്സൺസിനെ കണ്ടുമുട്ടാനുള്ള ചാൻസസ് ഉണ്ട്. അതിന് ബ്രേക്കപ്പ് ഉണ്ടായിട്ടുണ്ട്. ഫൈറ്റിംഗ് എനർജി. ഓക്കെ, ഈ 3 of Swordsഉം കൂടി എനിക്ക് വന്നിട്ടുണ്ട്. ജസ്റ്റിസ് ആൻഡ് ക്യൂൻ ഓഫ് വാൻസ്. ഓക്കെ, ബോട്ടം നോക്കട്ടെ. കിങ് ഓഫ് പെൻഡക്കിൾസ് ആണ്. ഫൈൻ. അപ്പോൾ ഇതിൽ പറയുന്നത് ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്യട്ടെ. ഇതിൽ റിവേഴ്സ് കാർഡ്സുകൾ അധികം വന്നിട്ടുണ്ട്. 1 2 3 കാർഡ്. ഓക്കെ, ഇതിൽ ഈ ഒരു പൈൽ 1 ചൂസ് ചെയ്തവരാണെങ്കിൽ നിങ്ങളുടെ ബ്ലോക്സ് എന്ന് പറയുന്നത് നിങ്ങളുടേതായിട്ടുള്ള തോട്ട്സ് തന്നെയാണ്. സെൽഫ് ലവ് ഒട്ടും ഇല്ലാത്തൊരു പേഴ്സണാണ്. പക്ഷേ ഇതിൽ സെക്കൻഡ് ലെവലൊക്കെ ആയപ്പോൾ നിങ്ങളുടെ ലൈഫിലേക്ക് ചാർജ് എടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ പോയിട്ട് കാര്യമല്ല, എൻ്റെ ലൈഫ് ഇവിടെ വേസ്റ്റ് ആകുന്നുണ്ട്, എന്തിനാണ് ഞാൻ വേസ്റ്റ് ചെയ്യുന്നത്, ഒരുപാട് കാര്യങ്ങൾ കണ്ടുപിടിക്കാനുണ്ട്, അല്ലെങ്കിൽ ലൈഫിൻ്റെ പല പല സ്റ്റേജിലേക്ക് എത്താനുണ്ട്, ഡ്രീംസിലേക്ക് എത്താനുണ്ട്, ഇതിലേക്കൊക്കെയാണ് ഞാൻ ഫോക്കസ് ചെയ്യേണ്ടതെന്നുള്ള ബോധ്യം ഇവിടെ എത്തുമ്പോൾ വരുന്നുണ്ട്. അതെങ്ങനെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ മേ ബി ഈ ഒരു പൈൽ 1 ചൂസ് ചെയ്തവർ മേ ബി സ്പിരിച്വൽ ജേർണിയിലോ അല്ലെങ്കിൽ ട്വിൻ ഫ്ലെയിം ജേർണിയിലോ പോകുന്ന ഒരു പേഴ്സൺസ് ആയിരിക്കാം. ഓക്കെ,
അതാണ് ഇവിടെ കാണുന്നത് കേട്ടോ. കാരണം എംപറർ കാർഡ് റിവേഴ്സ് നിങ്ങളുടെ ഈഗോ ഡെത്തൊക്കെ സംഭവിപ്പിക്കുന്ന പല സിറ്റുവേഷൻസും ആൻഡ് ചൈൽഡ്ഹുഡ് ട്രോമാസ് ഉണ്ടായിട്ടുണ്ടായിരിക്കും. കുട്ടികളുടെ എനർജിയാണ് പേജ് ഓഫ് വാൻസ് കണ്ടു. ആൻഡ് 7 ഓഫ് പെൻറ്റക്കിൾസ് റിവേഴ്സ്. 7 ഓഫ് പെൻറ്റക്കിൾസ് വെച്ചാൽ വളരെ ഹാർഡ് വർക്ക് ചെയ്യുന്ന പേഴ്സൺ ആണെങ്കിൽ ഒരു സ്റ്റേജ് എത്തിയപ്പോൾ നിങ്ങൾക്ക് ഹാർഡ് വർക്ക് ഒന്ന് നിർത്തി മതിയായി, ലൈക്ക് ഈസി ആയിട്ട് അട്രാക്ട് ചെയ്തെടുക്കണം ലൈഫിലേക്ക്. നമുക്ക് ലോ ഓഫ് അട്രാക്ഷൻ പഠിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് ലൈഫിലേക്ക് ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും ഈസി ആയിട്ട് ഒരുപാട് വർക്ക് ചെയ്യാതെ തന്നെ നമുക്ക് അട്രാക്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ അതിലേക്ക് ആ ഒരു സൈഡിലേക്ക് നിങ്ങൾ മെല്ലെ മാറുന്നുണ്ട്. കാരണം ഈ ഒരു ജേണിയിലാണെന്ന് ഞാൻ പറഞ്ഞല്ലോ, ആ ജേണി നിങ്ങളെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ പോലും അറിയാത്ത കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ പഠിപ്പിക്കുന്നുണ്ട്. സിറ്റുവേഷൻസ് വളരെ വേദനകരമായിട്ടുള്ള ലൈക്ക് എന്താ പറയുക, വളരെ പെയിൻഫുൾ സിറ്റുവേഷനിലൂടെയൊക്കെ കടന്നു പോയ ഒരു പേഴ്സണാണ് നിങ്ങളെ കാണിക്കുന്നത്. ആൻഡ് നിങ്ങൾ ഇതിൻ്റെ റിവേഴ്സ് എന്ന് പറയുമ്പോൾ അത്രയും പെയിനിൽ നിന്ന് പിന്നെ നിങ്ങൾ അവിടെ സ്റ്റാർട്ട് ചെയ്ത് ഇനി നോ പെയിൻ. കാരണം നോ പെയിൻ നോ ഗെയിൻ എന്നാണ് പറയുക. പക്ഷേ നിങ്ങളുടെ ലൈഫ് ഒന്നുകൂടി അറേഞ്ച് ചെയ്യണം. കരിയർ ഇനിയും ഒരുപാട് കാര്യങ്ങളിലേക്ക് എത്താനുണ്ട്. നിങ്ങൾ സെൽഫ് ലോ ചൂസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ നിങ്ങൾ അല്ലാത്തൊരു പേഴ്സൺ ആണെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് രണ്ടാമത്തിന് ഫൈറ്റിംഗ് ചെയ്യുന്നൊരു എനർജി കൂടുതലാണ് കേട്ടോ. 5 ഓഫ് വാൻസ് ആണ് കാണിക്കുന്നത്. 5, 5, 4, 6 എന്ന് വെച്ച് കഴിഞ്ഞാൽ 5 എന്ന് വെച്ച് കഴിഞ്ഞാൽ മാറ്റത്തെ അല്ലെങ്കിൽ ഒരു ഡിസ്ട്രക്ഷൻസ് എന്തും ഒന്ന് രണ്ടാമത്തേന് ഭയങ്കര ഫൈറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഫാമിലിയുമായിട്ടുള്ള ഇഷ്യൂസൊക്കെ കാണിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ അതിലൂടെ വളരെ ബ്രോക്കൺ ചൈൽഡ്ഹുഡ് ആണെന്ന് വേണമെങ്കിൽ പറയാം. ഒരു ടീനേജ് എത്തിയപ്പോഴും എഗെയിൻ ബ്രോക്കൺ ആയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ടീച്ച് ചെയ്യിപ്പിക്കുന്നുണ്ട്. എന്താണ് ലൈഫ്, എന്താണ് സോൾ, എന്താണ് കർമ്മ എന്നൊക്കെ നിങ്ങൾ പഠിക്കുന്നു. എഗെയിൻ ബ്രേക്കപ്പ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ അതിലൊന്നും തളരാതെ തന്നെ നിങ്ങൾ തന്നെ നിങ്ങളുടെ ലൈഫിൽ ചാർജ് എടുത്തു എന്ന് ഞാൻ പറഞ്ഞ പോലെ ക്യൂൻ ഓഫ് വാൻസ് ഉണ്ട്. ആൾക്കാരെ ചൂസ് ചെയ്യുന്നതൊക്കെ ശ്രദ്ധിച്ച് ചൂസ് ചെയ്യാൻ തുടങ്ങി. ബൗണ്ടറീസ്, സ്ട്രോങ് ബൗണ്ടറീസ് വെക്കാൻ തുടങ്ങി. ജസ്റ്റിസ് കാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർമ്മയാണ്. കർമ്മ എന്താണ്, അല്ലെങ്കിൽ ഇങ്ങനെ കർമ്മ എന്ന് പറഞ്ഞ സംഭവമുണ്ട്. അതൊക്കെ നിങ്ങൾ പഠിക്കാൻ തുടങ്ങി. നിങ്ങളും ശ്രദ്ധാപൂർവം ജീവിതത്തെ കാണാൻ തുടങ്ങി. അപ്പോൾ മെയിനായിട്ട് എനിക്ക് പറയുന്നത് കർമ്മ ക്ലെൻസിങ്ങിൻ്റെ ആവശ്യമുണ്ട്. കർമ്മ കോഡ് കട്ടിങ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ കോഡ് കട്ടിങ് ചെയ്യാൻ നിങ്ങൾക്ക് പാസ്റ്റ് ലൈഫിൽ നിന്ന് ഒരുപാട് എനർജീസ് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ഈ ലൈഫ് ടൈമിൽ കോംപ്ലിക്കേഷൻസ് കൊണ്ടുവരുന്നുണ്ട്. നിങ്ങൾക്ക് ഫോർഗിനെസ് ചെയ്ത് നോക്കാം. പക്ഷെ ചില കോൺട്രാക്റ്റ് വളരെ ഹെവി ആണെങ്കിൽ ഫോർഗിനെസ് ചെയ്യേണ്ടത് ബേബി 1-2 ഇയർ ഒക്കെ ചെയ്യേണ്ടി വരുമായിരിക്കും. പക്ഷേ കോഡ് കട്ട് ചെയ്യുമ്പോൾ എനർജി കട്ട് ചെയ്ത് ക്ലിയർ ചെയ്ത് കളയാൻ സാധിക്കും കേട്ടോ. അപ്പോൾ ഇവിടെ കർമ്മ കാർഡ് കാണിച്ചത് കൊണ്ട് ഒരു മെർക്കുറി അല്ലെങ്കിൽ സാറ്റേണിൻ്റെ ഒക്കെ ഒരു ഇൻഫ്ലുവൻസസ് കാണിക്കുന്നുണ്ട്. മാസിൻ്റെ ഒക്കെ പെട്ടെന്ന് പേഷ്യൻസ് കുറവുള്ള പേഴ്സൺസാണ്. എനിക്ക് തോന്നുന്നു ഫയർ എനർജിയാണ് കൂടുതൽ. ഒരു ഫയർ ആണ് അവർ. എന്തും പെട്ടെന്ന് പൊട്ടിത്തെറിക്കുക, പേഷ്യൻസ് കുറവായിട്ട് കാണുന്നു. ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, സോഡിയക് സൈൻസ് ആവാൻ ചാൻസസ് വളരെയധികം കാണിക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ. ആൻഡ് ഹാർട്ട് ബ്രോക്കൺ സിറ്റുവേഷൻസ്. നിങ്ങൾക്ക് ഹാർട്ട് ചക്ര ബ്ലോക്ക്ഡ് ആണ്, റൂട്ട് ചക്ര ബ്ലോക്ക്ഡ് ആണ്. ആൻഡ് നിങ്ങൾക്ക് ലവേഴ്സ് കാർഡ് ഉള്ളതുകൊണ്ട് ആർക്കേഞ്ചൽ റഫേലിനുമായിട്ട് നിങ്ങളുടെ ആർക്കേഞ്ചൽ മേ ബി റഫേലായിരിക്കും. നിങ്ങൾ ആർക്കേഞ്ചൽ റഫേലിനെ വിളിക്കുകയാണെങ്കിൽ ഒരുപാട് ഇൻഫോർമേഷൻസും നിങ്ങൾക്ക് പല രീതിയിലുള്ള ഹെൽപ്പ് അവർ കൊണ്ടുതരാൻ സാധിക്കുന്നതാണ്. ആൻഡ് 3 ഓഫ് സോഴ്സ് ആയതുകൊണ്ട് നമ്മുടെ ഹൃദയത്തിൽ ഒരുപാട് പെയിൻ കാര്യങ്ങളുണ്ടെങ്കിൽ ഷാഡോ വർക്ക്സ് ചെയ്തിട്ട് അതിന് ആ ഭാരം ഇറക്കി വയ്ക്കുക. ഹാർട്ട് ചക്ര ആക്ടിവേഷൻസ് നിങ്ങൾക്ക് ചെയ്യാം. ഹാർട്ട് ചക്രയിൽ തന്നെ മെയിൻ ഫോക്കസ് ചെയ്തിട്ട് ഹീൽ ചെയ്യുക കേട്ടോ. ഇതൊക്കെയാണ് കാണുന്നത്. ഒരുപാട് ചേഞ്ചസ് നിങ്ങളുടെ ലൈഫിൽ കൊണ്ടുവരുന്നത്. നിങ്ങൾ കാണുന്ന നമ്പർ 555, 666, 444, 1111 ഇതൊക്കെ കാണുന്നുണ്ടെങ്കിൽ 11 ജസ്റ്റിസ് കാർഡിനെയും പറയുന്നുണ്ട് കേട്ടോ. 1111 കാണുന്ന സ്പിരിച്വൽ ജേർണിയിലാണെന്നാണ്. കുറേ പ്രാവശ്യം കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ എവിടേക്കോ ഓവറായിട്ട് ചിന്തിക്കുന്നു അല്ലെങ്കിൽ കർമ്മ ക്ലിയർ ചെയ്യാനുണ്ട്, ക്ലിയർ ആയിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളൊക്കെ മീനിങ് ആണ് ഇത് പറയുന്നത്. ഓക്കെ. ഇനി നമുക്ക് ഏഞ്ചൽ ആൻസേഴ്സും കൂടി നമുക്ക് എടുത്ത് നോക്കാം. എന്താണ് ഏഞ്ചൽസ് തരുന്ന മെസ്സേജസ് നോക്കാം കേട്ടോ. എൻ്റെ ശബ്ദം ഇച്ചിരി പോയിട്ടുണ്ട്. ഓക്കെ. ഞാൻ പറഞ്ഞ ത്രോട്ട് ചക്രയിൽ നന്നായിട്ട് ആക്ടിവേഷൻ നടക്കുന്ന സമയമാണ്. ഹോൾ ബോഡി ക്ലൻസിങ് നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ്. ഓക്കെ. യൂണിവേഴ്സ് ലീഡ്സ് ഏഞ്ചൽ പൈൽ 1 ചൂസ് ചെയ്തവർക്കുള്ള മെസ്സേജസ് എന്താണെന്ന് നോക്കാം. ടേക്ക് ആക്ഷൻ ആണ് പറയുന്നത്. യൂണിവേഴ്സ് പറയുന്നത് ആക്ഷൻ എടുക്കൂ. ഇനി ആക്ഷൻ എടുക്കാതിരിക്കരുത്. നിങ്ങൾ ലൈഫിൻ്റെ ആ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള സറണ്ടർ ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങൾ ആക്ഷൻ എടുത്തു കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ ഈസിയായിട്ട് നടക്കുമെന്ന് പറയുന്നുണ്ട്. കണ്ടോ, സക്സസ് ആണ് അടുത്ത കാർഡ് പറയുന്നത്. സക്സസ്, എല്ലാത്തിനും വിജയിക്കാനുള്ള എനർജി നിങ്ങൾക്കുണ്ട്. അത് നിങ്ങളൊന്ന് യൂസ് ചെയ്യൂ എന്ന് പറയും. നിങ്ങളിങ്ങനെ വെറുതെ ഇരുന്നിട്ട് കാര്യമില്ല. പെർഫെക്റ്റ് ടൈമിങ്, ഡിവൈൻ ടൈമിങ്, എല്ലാത്തിനും ഒരു ഡിവൈൻ ടൈം പ്ലേ ഉണ്ട്. ഓക്കെ. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ചക്രാസും കാര്യങ്ങളൊക്കെ ഒന്ന് ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി ഈസി ആയിട്ട് നടക്കും കേട്ടോ. എൻ്റെ ഒരു കാർഡും കൂടി എടുക്കാം. ദർ ഈസ് സംതിങ് ബെറ്റർ.
ഓക്കെ. ചിലപ്പോൾ പാസ്റ്റ് നിങ്ങൾ ഡീൽ ചെയ്ത് ടോക്സിക് ആണെങ്കിൽ നിങ്ങൾക്ക് ലീവ് ചെയ്യാം. ഒരുപാട് ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻസ് നിങ്ങളുടെ ലൈഫിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനുള്ള സ്പേസ് കൊടുക്കാൻ പറയുന്നുണ്ട് കേട്ടോ. ഇതാണ് ഫസ്റ്റ് പൈൽ 1 ചൂസ് ചെയ്തത്. ഇപ്പോൾ നിങ്ങളുടെ മെയിൻ ബ്ലോക്സ് റൂട്ട് ചക്ര, ഹാർട്ട് ചക്ര, പിന്നെ ഒരുപാട് അബാൻഡ്മെൻറ്റ് ഇഷ്യൂസൊക്കെ ഉണ്ടായിട്ട് ചൈൽഡ്ഹുഡിലൊക്കെ, ഐ മീൻ ചെറിയ കുട്ടിക്കാലത്തിൽ ഒരുപാട് റിജക്ഷൻസ്, കുറ്റപ്പെടുത്തൽ, അങ്ങനത്തെ കുറേ പെയിൻ സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ നിങ്ങളൊന്ന് ഹീൽ ചെയ്യാം. അതൊക്കെ ഹീൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ വരും. ഓക്കെ, അതാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂണിവേഴ്സ് പറഞ്ഞു തരുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾ ചോദിക്കുന്നുണ്ടായിരിക്കും യൂണിവേഴ്സ് എൻ്റെ ലൈഫ് എന്താ ഇമ്പ്രൂവ് ആവാത്ത. അപ്പോൾ അതിനുള്ള മെസ്സേജസ് ആണിത് കേട്ടോ. ഓക്കെ, യൂണിവേഴ്സ് ഡയറക്റ്റ് വന്ന് പറയാൻ സാധിക്കില്ല. ഇങ്ങനെ ഇൻഡയറക്റ്റ് ആയിട്ടാണ് പല ചാനൽ വഴിയൊക്കെ നിങ്ങൾക്ക് മെസ്സേജസ് കിട്ടുന്നുണ്ടായിരിക്കും. സോ അത് നെഗ്ലക്റ്റ് ചെയ്യാതെ ഇരിക്കുക. ഓക്കെ, നെക്സ്റ്റ് പൈൽ 2 നോക്കാം നമുക്ക്. പൈൽ 2 സ്മോക്കി കോഡ്സ് ആണ് കേട്ടോ. ഷഫിൾ ചെയ്യേണ്ട കാർഡ്സാണ് യൂണിവേഴ്സ് മിക്സ് ഏഞ്ചൽ. പൈൽ 2 ചൂസ് ചെയ്തവർക്ക് എവിടെയാണ് ബ്ലോക്സ്, എന്താണ്? ഹായ്. അപ്പോൾ പൈൽ 2 ചൂസ് ചെയ്തവർക്ക് ഹെയർ ഓഫിൻ്റെ കാർഡാണ് വന്നിട്ടുള്ളത്. ട്രഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇതും ഒരു യൂണിവേഴ്സുമായിട്ട് കണക്ഷൻ കുറവായിട്ട് കാണിക്കുന്നുണ്ട്. യൂണിവേഴ്സുമായിട്ട് കണക്ട് ചെയ്യാൻ പറയുന്നുണ്ട്. നിങ്ങളുടെ ലൈഫിലേക്ക് സ്പീഡായിട്ട് പല കാര്യങ്ങളും വരുന്നുണ്ട്. നൈറ്റ് ഓഫ് സോഡ്സ് ആണ് വരുന്നത്. ഓക്കെ, മജീഷ്യനാണ് നെക്സ്റ്റ് കാർഡ്. അത് റിവേഴ്സാണ് വന്നിട്ടുള്ളത്. മജീഷ്യൻ റിവേഴ്സിൻ്റെ അർത്ഥം എന്താ? നിങ്ങൾക്ക് ഒരുപാട് കഴിവുകളും കാര്യങ്ങളും ഉണ്ട്, പക്ഷെ അതൊന്നും മനസ്സിലാക്കാതെ എനിക്കൊന്നുമില്ല, അല്ലെങ്കിൽ സ്വന്തം സെൽഫിനെ വർത്ത് കാണാത്ത ഒരുപാട് പേരുണ്ട്. ആദ്യം നിങ്ങൾ നിങ്ങളെ തന്നെ ആക്സെപ്റ്റ് ചെയ്യുക. എന്താണോ നിങ്ങളുടെ ലൈഫിലുള്ളത് അതാണ് നിങ്ങൾക്ക് യൂണിവേഴ്സ് തന്നിട്ടുള്ളത്, നിങ്ങളുടെ കർമ്മ അനുസരിച്ച് കിട്ടിയിട്ടുള്ളതാണ്. അതിനെ ആക്സെപ്റ്റ് ചെയ്യുക. എന്നിട്ട് നിങ്ങളെ തന്നെ കറക്റ്റ് ചെയ്യാൻ നോക്കും. നമുക്ക് ഒരിക്കലും വേറൊരാളെ കറക്റ്റ് ചെയ്യാൻ സാധിക്കില്ല. നമ്മുടെ ഹസ്ബൻഡിനെ മാറ്റാനില്ല. നമ്മൾ മാറുന്ന അനുസരിച്ച് അവർക്ക് മാറ്റം വരുള്ളൂ. അതെപ്പോഴും മനസ്സിലാക്കുക കേട്ടോ. ഇതിൽ ചിലവർ ചോദിക്കാം, ചേച്ചി യൂണിയൻ ആവാൻ വേണ്ടി എന്തെങ്കിലും അഫോർമേഷൻസോ? അങ്ങനെ ഒരു അഫോർമേഷൻസ് ഇല്ല. നമ്മൾ മാറുന്നതനുസരിച്ച് നമ്മളോട് യൂണിയൻ ആയാൽ മാത്രമാണ് വേറൊരാൾക്ക്, അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണർക്ക് യൂണിയൻ ആകാൻ സാധിക്കുള്ളൂ. അത് നിങ്ങൾ പ്രോപ്പറായിട്ട് ഇതൊന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ലൈഫ് ഈസി ആയിരിക്കും. അല്ല നിങ്ങൾ പോയി നോക്കൂ, വേറൊരാൾ ചേഞ്ച് ചെയ്യാൻ വേണ്ടി പോയി നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഫുൾ ഇഷ്യൂസസ് ആയിരിക്കും. നിങ്ങളുടെ ഉള്ള മനസ്സമാധാനം പോവുക ചെയ്യുക. ഓക്കെ, ഹൈ പ്രീസ്റ്റസ് കാർഡാണ് പറയുന്നത്. ഹൈ പ്രീസ്റ്റസ് കാർഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടേതായിട്ടുള്ള ആ ഒരു എനർജിയിൽ ഇരിക്കണം. ഹൈ വൈബ്രേഷൻസ്. ഒരാൾക്കും വേണ്ടി താഴ്ന്നു കൊടുക്കരുത്. ഈഗോ ലെവലിലല്ല, നമ്മുടെ എനർജിക്കാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. എനർജിയെ മൈൻഡ് ചെയ്യാത്തവർ, അല്ലെങ്കിൽ അങ്ങനത്തെ ആൾക്കാർ നിങ്ങളുടെ ലൈഫിൽ വേണ്ട, അവരെ റിമൂവ് ചെയ്യും. ഇതിൽ ഈ പൈൽ 2 ചൂസ് ചെയ്തവരുടെ ലൈഫിൽ ഒരുപാട് വേണ്ടാത്ത കുറേ എനർജീസ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ കൊണ്ടുവരുന്നുണ്ട്. വായോ എന്ന് പറഞ്ഞ് വിളിച്ചു കൊണ്ടുവരുന്നുണ്ട്. അതൊക്കെ നിങ്ങളുടെ ലൈഫിനെ ബാധിക്കുന്നുണ്ട്. എഗെയിൻ ജസ്റ്റിസ് കാർഡ് തന്നെ വന്നത്. യെസ്, 3 ഓഫ് കപ്സ്. ലൈഫ് സൂപ്പറായിട്ട് എൻജോയ് ചെയ്ത് പോകേണ്ട സ്ഥലത്ത് അതൊന്നും നടക്കുന്നില്ല. കാരണം എന്താണ്, ഞാൻ പറഞ്ഞല്ലോ, 5 എഗെയിൻ ജസ്റ്റിസ്. കർമ്മ അക്കൗണ്ട്സ് ഉണ്ട്, അത് ശരിയാണ്. പക്ഷേ നിങ്ങൾക്ക് ഒരുപാട് കഴിവുള്ള പേഴ്സണാണ് ഈ മജീഷ്യൻ കാർഡ്. ഇത് റിവേഴ്സാണ്. ഇൻഫിനിറ്റ് പവർ ഉണ്ട്. ഇൻഫിനിറ്റ് പവർ ഉണ്ടായിട്ടും എനിക്കൊന്നുമില്ല, അവർക്കുണ്ടല്ലോ ഇവർക്കുണ്ടല്ലോ, ഇങ്ങനെ കമ്പയർ ചെയ്ത് പോകും. നിങ്ങളെ ഒന്ന് വർക്ക് ചെയ്യുന്നില്ല. നിങ്ങളെ ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിക്കാതെ മറ്റുള്ളവരിലേക്ക് ഓവർ ഫോക്കസ്ഡ് ആണ് കാണുന്നത്. അത് തെറ്റാണെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. നിൻ്റെ എല്ലാ കഴിവുകളും പാഷൻ ഇഗ്നൈറ്റ് യുവർ പാഷൻ. മജീഷ്യൻ കാർഡ് അങ്ങനെയാണ്. നിങ്ങൾക്ക് മാനിഫെസ്റ്റേഷൻ ചെയ്യാൻ വേണ്ടി പഠിക്കുക. ലോ ഓഫ് അട്രാക്ഷൻ്റെ കോഴ്സസോ പ്രാക്ടീസസോ ചെയ്യാൻ പറയുന്നു. അതിലൂടെയാണ് നിങ്ങൾക്ക് ലൈഫിന് ടേൺ ചെയ്യാൻ സാധിക്കുന്നത്. ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും. ഒരാൾക്ക് ഒരു തരമാണെങ്കിൽ അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് വേണമെന്നില്ല. ഓരോരുത്തർക്കും ഓരോ രീതി. അതുകൊണ്ടല്ല ഒരുപാട് പ്രാക്ടീസസ് ഈ ഭൂമിയിൽ വന്നത്. എന്തുകൊണ്ടാണ്? പലർക്കും പല രീതിയിലാണ് അത്. ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമായിരിക്കും. അപ്പോൾ അതിലൂടെ ചെയ്താൽ അവർക്ക് മാറ്റം വരും. അപ്പോൾ ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസ് ചെയ്യാനാണ് ഇവിടെ പറയുന്നത് കേട്ടോ. യെസ്, കിങ് ഓഫ് സോർഡ്സ്. കുറച്ച് ഈഗൊക്കെ കുറച്ച് കുറയ്ക്കാം. വേൾഡ് കാർഡ് ഒരുപാട് ലെസൺസും കുറച്ചധികം കർമ്മ അക്കൗണ്ട് കൂടുതലുള്ള ആളുകളാണ് വേൾഡ് കാർഡ്. വേൾഡ് എന്ന് പറഞ്ഞാൽ 21ാമത്തെ കാർഡ്. 20 കാർഡിൻ്റെയും പാഠങ്ങൾ, ലെസൺസ്, എക്സ്പീരിയൻസസ്, നല്ലതും ഉണ്ടായിരിക്കും, മോശം ഉണ്ടായിരിക്കും. ഇതൊക്കെ പഠിച്ച് അറിഞ്ഞ് എന്നിട്ടാണ് നിങ്ങൾക്ക് നെക്സ്റ്റ് ഒരു ഫേസിലേക്ക് കൊണ്ടുപോകുന്നത്. കാരണം ആ ഒരു ഫേസിലേക്ക് ഈ പാഠങ്ങൾ ടെസ്റ്റ് എഗെയിൻ വരുന്നുണ്ടായിരിക്കും. അപ്പോൾ അതിൽ പാസ്സാവണമെങ്കിൽ ഇപ്പം തന്നെ ഉത്തരം അറിയുകയാണെങ്കിൽ ഈസിയല്ല. അതാണ് യൂണിവേഴ്സ് പറയുന്നത് കേട്ടോ. ഓക്കെ, ആൻഡ് ലൈഫ് ഒന്ന് എൻജോയ് ചെയ്യുക. നിങ്ങൾ ഒരു ഡേ എങ്കിലും ഒന്ന് നിങ്ങൾക്ക് വേണ്ടി എൻജോയ് ചെയ്യാൻ വേണ്ടി ടൈം എടുക്കുക. സൺഡേ, ഇപ്പോൾ ഞാൻ സൺഡേ റീഡിങ്സ് എടുക്കാറില്ല. കാരണം അതൊരു ഫ്രീ ഡേ ആണ്. നന്നായിട്ട് റിലാക്സ് ചെയ്യുക, സെൽഫ് കെയർ ചെയ്യുക. നന്നായിട്ട് നമുക്ക് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യേണ്ട സമയം നമുക്ക് വേണ്ടി നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യണം. എത്ര വലിയ ജോലിയാണെങ്കിൽ പോലും
അത് സെൽഫ് ലവിൻ്റെ ഭാഗമാണ്. ഓക്കെ, കാരണം നമ്മുടെ ഈ ശരീരത്തിനുള്ളിൽ എന്തോ ഒരു ഓർഗൻസ് ഉണ്ട്. ഇപ്പോൾ ഈ ഒരു ഫുഡ് ഇപ്പോൾ 2 ദിവസം കഴിച്ചില്ലെങ്കിൽ പോലും നമ്മൾ കഴിക്കുന്ന ഫുഡിൽ നിന്ന് ഫാറ്റ് സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട് ബോഡി. ഇത്ര ദിവസം കഴിയുന്നവരെ അതിന് എനർജി കൊടുക്കാൻ വേണ്ടി. കാരണം എന്തുകൊണ്ടാണ്, ഇൻ കേസ് ഫ്യൂച്ചറിൽ ഫുഡ് വന്നിട്ടില്ലെങ്കിൽ നമ്മുടെ ബോഡിയിലത്തെ എനർജി ഇല്ലാതെ ആയിക്കഴിഞ്ഞാൽ വർക്ക് നടക്കില്ല. അപ്പോൾ ബോഡി അത്രയും ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് നമ്മളുടെ ശരീരം നിർമ്മിച്ച് വെച്ചിട്ടുണ്ട്. അതുപോലും നമ്മൾ മനസ്സിലാക്കാതെ ഈ ശരീരത്തെ കൊല്ലുകയാണല്ലേ, അഡിക്ഷൻസ് പല രീതിയിലായിട്ട്. അപ്പോൾ നിങ്ങളെ ബോഡീനെ ആദ്യം ഒന്ന് ഇമ്പോർട്ടൻസ് കൊടുക്കും. നമ്മൾക്ക് ഗ്രാറ്റിറ്റ്യൂഡ് പറയും, ഇതുവരെ എൻ്റെ കൂടെ സപ്പോർട്ട് ചെയ്ത് ഒരുപാട് നന്ദി, താങ്ക് യു. ഇതാണ് ഫസ്റ്റ് ഗ്രാറ്റിറ്റ്യൂഡായിട്ട് നിങ്ങൾ എന്നും ജേർണലിൽ എഴുതേണ്ടത്. ഓക്കെ, ആൻഡ് സൺ കാർഡ് കാണിക്കുന്നുണ്ട്, ആൻഡ് പേജ് ഓഫ് പെൻഡക്കിൾസ്. ഒരുപാട് പോസിറ്റിവിറ്റി അല്ലെങ്കിൽ പോസിറ്റീവായിട്ടുള്ള ഫ്യൂച്ചർ നിങ്ങൾക്ക് കാണുന്നുണ്ട് കേട്ടോ. ഒരുപാട് ഭാഗ്യം, ബ്ലെസ്സിങ്സും അനുഗ്രഹീതമായിട്ടുള്ളൊരു ലൈഫ് കാണുന്നുണ്ട്. പക്ഷെ അതിലേക്ക് പോകണമെങ്കിൽ കുറച്ച് തിരുത്തലുകളും മാറ്റങ്ങളും നിങ്ങൾ കൊണ്ടുവരണം. ഓക്കെ, അതാണ് യൂണിവേഴ്സ് മെയിനായിട്ട് പറയുന്നത്. ഓക്കെ, അതുപോലെ മാജിക്കിൻ്റെ പ്രാക്ടീസ് ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഒരുപാട് പേര് ചെയ്യുന്നുണ്ട്. അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം ഒരു പ്രാക്ടീസ്. മാജിക് ഡേ 1 ഇന്ന് 1 പ്രാക്ടീസ് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. അല്ലാതെ ഇന്ന് 2-3 പ്രാക്ടീസ് എക്സ്ട്രാ ചെയ്യല്ല. ഇന്ന് മാജിക് ഡേ 1 എന്താണോ പറഞ്ഞത് അത് കംപ്ലീറ്റ് ആയിട്ട് ചെയ്യും. ഈ മാജിക് ഡേ 2 ഡേ 2 മാത്രം ചെയ്യും. അങ്ങനെ ഞാൻ 28 ഡേയ്സ് 28 ദിവസം കൊണ്ടാണ് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. അപ്പോഴാണ് നിങ്ങൾക്ക് ചേഞ്ചസ് വരും. ഓഫ്കോഴ്സ് ചേഞ്ചസ് വരും. ഒരു പ്രാവശ്യമെങ്കിലും ഒരുപാട് സ്ട്രഗിളിലൂടെ പോകുന്ന ആളുകളാണെങ്കിൽ, കയ്യിൽ ഹീലിങ്സ് ചെയ്യാനൊന്നും പൈസ ഇല്ലാത്തവരാണെങ്കിൽ നേരെ പോയി പ്ലേലിസ്റ്റിൽ മാജിക് പ്രാക്ടീസ് എന്ന് കാണാം. ആ ഒരു പ്ലേലിസ്റ്റ് 28 ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. ഓരോ ദിവസവും പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഡേ 1 കംപ്ലീറ്റഡ്, താങ്ക് യു യൂണിവേഴ്സ് എന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. പോസിറ്റിവിറ്റിയാണ് നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുന്നത്. ഓക്കെ, നെഗറ്റീവായിട്ട് എൻ്റെ ചാനൽ മാത്രമല്ല, ഒരു ചാനൽ നെഗറ്റിവിറ്റി കൊടുക്കാതിരിക്കുക. കൂടെ ഒരു കാര്യം കൂടി ഞാൻ പറയുന്നു, നിങ്ങളുടെ സ്റ്റോറീസ് പോയിട്ട് പോസ്റ്റ് ചെയ്യരുത് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ വിഷമങ്ങളൊക്കെ ഇടുമ്പോൾ അതൊരു 4-5 പേര് വായിക്കുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു എനർജി എഗെയിൻ റീക്രിയേറ്റ് ചെയ്യുന്നു. അത് തന്നെ തിരിച്ചു വരും. ലൈക്ക് കോണ്ടാക്റ്റ് ഇല്ല, കമ്മ്യൂണിക്കേഷൻ ഇല്ല, അവരിങ്ങനെ എന്നൊക്കെ പറഞ്ഞ് എഴുതുമ്പോൾ നിങ്ങൾക്ക് ആ എനർജി തന്നെയാണ് എഗെയിൻ വരും. അവരൊരിക്കലും കോൺടാക്ട് ചെയ്യില്ല. അപ്പോൾ നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ പെയിൻ കാര്യങ്ങളോ ഒരു ചാനലിലും പോയി എഴുതാതിരിക്കും. ഞാൻ ചില കാണുന്നുണ്ട്, അവരൊക്കെ ഞാൻ റിമൂവ് ചെയ്യുന്നുണ്ട് കേട്ടോ. കാരണം നമ്മുടെ ചാനൽ പോസിറ്റിവിറ്റി കൊടുക്കാൻ ആഗ്രഹിക്കുന്ന ചാനൽ, പോസിറ്റീവായിട്ടുള്ള ഇൻഫോർമേഷൻസും കമൻസും മതി എന്നൊരു നിർബന്ധം എനിക്കുണ്ട്. കാരണം മറ്റുള്ളവരെ ട്രാൻസ്ഫോം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സോൾ പർപ്പസ് എനിക്ക് തന്നിട്ടുള്ളത്. അവിടെ നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യാൻ പാടില്ലല്ലോ. അതുകൊണ്ടാണ്. അപ്പോൾ കാണുന്നവർ, പുതിയ സബ്സ്ക്രൈബേഴ്സ് കാണുന്നവർക്കുള്ള ഇതാണ് ഞാൻ പറയുന്നത് കേട്ടോ. എവിടെയും പോയി നിങ്ങളുടെ വിഷമങ്ങൾ ഷെയർ ചെയ്യരുത്. നിങ്ങൾ എപ്പോഴും ഷെയർ ചെയ്യേണ്ടത് ഒരു ഫ്രണ്ടിനോടല്ല, യൂണിവേഴ്സുമായിട്ട്. എപ്പോഴും ലെറ്റർ റൈറ്റിംഗ് ചെയ്ത് കത്തിച്ച് കളയും. നിങ്ങളുടെ ഭാരം അവിടെ ഇറക്കി വയ്ക്കുകയാണ്. ഇത് നിങ്ങൾ ഭാരം വേറൊരു പേഴ്സണ് കൊടുക്കുന്നത് ശരിക്കും ഒരു കർമ്മ അക്കൗണ്ടാണ്. അവർക്ക് വിഷമം കൊടുക്കുകയാണ് നമ്മൾ ഷെയർ ചെയ്യുമ്പോൾ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. അപ്പോൾ പൈൽ 2 ചൂസ് ചെയ്തവർക്ക് സെലിബ്രേറ്റ് ചെയ്യുക. ഒരുപാട് ലെസൺസും കർമ്മ ലെസൺസ് നിൽക്കുന്നുണ്ട്, പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതൊക്കെ കംപ്ലീറ്റ് ചെയ്ത് പോകും. നിങ്ങളുടെ സോൾ എടുത്തു വെച്ച കോൺട്രാക്റ്റാണ്. ഈസി ആയിട്ട് പോകണമെങ്കിൽ ഡിവൈനുമായിട്ട് കണക്ട് ചെയ്ത് നല്ല രീതിയിൽ നല്ല ഉള്ളു ശുദ്ധമാക്കാൻ ശ്രമിക്കുക. ഒരു കറകളും വേണ്ട, അത്ര യൂണിവേഴ്സിന് വേണ്ട. അല്ല കുറേ ഭംഗിയിലോ അതൊന്നും അല്ല യൂണിവേഴ്സ് നോക്കുന്നത്. ഉള്ള എപ്പോഴും ക്ലിയർ ആയിരിക്കും, ക്രിസ്റ്റൽ ക്ലിയർ. അവിടെയാണ് യൂണിവേഴ്സ് കണക്ട് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ യൂണിവേഴ്സ് എത്ര കണക്ട് ചെയ്യാൻ നോക്കിയാൽ നിങ്ങളുടെ അടുത്തേക്ക് എത്തില്ല. കാരണം ഒരു ബാരിയർ നിങ്ങളുടേതായിട്ടുള്ള ഏതെങ്കിലും ഷാഡോസ് ക്രിയേറ്റ് ചെയ്ത് വെക്കുന്നുണ്ടായിരിക്കും. ഓക്കെ, ദിസ് ഇസ് എ പൈൽ 2. അപ്പോൾ നിങ്ങൾക്കുള്ള ബ്ലോഗ്സ് എന്താണ്? നിങ്ങളുടെ എനർജി ഒന്ന് DF ബാലൻസിങ് മെഡിറ്റേഷൻസ് ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാം. കാരണം ഇനിയാൻ വന്നിട്ടുണ്ട്, ഒരുപാട് ലെസൺസ് വരുന്നുണ്ട്. സെലിബ്രേറ്റ് ചെയ്യൂ, ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസ് ചെയ്യും. ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ, കരിയർ റിലേറ്റഡ് ആയിട്ടൊക്കെ ഫോക്കസ് ചെയ്യും. അതിലേക്ക് ഫോക്കസ് ചെയ്യും. കരിയർ ഫിനാൻസ് നിങ്ങൾക്ക് ഫോക്കസ്ഡ് ആണെങ്കിൽ റിലേഷൻഷിപ്പ് മെല്ലെ പക്കയായിട്ട് വന്നോളും. പക്ഷെ നിങ്ങളെല്ലാവരും തിരിച്ചാണ് ചെയ്യുന്നത്. ആദ്യം റിലേഷൻഷിപ്പിലേക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കും, എന്നിട്ട് ഇത് പൊളിയും. അപ്പോൾ നിങ്ങൾക്ക് ബാക്കി എനർജി ഇല്ലാതെയോ, അപ്പോൾ നിങ്ങളുടെ ഭാവി ഏതാണ്ടൊക്കെ പോയി കിട്ടും. തിരിച്ചാണ് ചെയ്യുന്നത്. എപ്പോഴും കരിയർ ഫിനാൻസ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ നിങ്ങൾ താഴത്തെ ചക്രസൊക്കെ അലൈൻഡ് ആവുമ്പോഴാണ് ഈ കരിയർ റിലേഷനൊക്കെ വരുന്നത്, ഫിനാൻസൊക്കെ കൂടി വരുന്നത്. മനസ്സിലായോ? പിന്നെ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള വൈബ്രേഷൻസ് ഉള്ള ആളുകൾ നിങ്ങളുടെ ലൈഫിലേക്ക് എത്തിപ്പെടും, ഡെഫിനറ്റായിട്ടും വരും. ഓക്കെ, അപ്പോൾ 30 ഏജ് വരെയുള്ളവരൊക്കെ കാണുന്നവരൊക്കെ ആണെങ്കിൽ ആദ്യം ഇമ്പോർട്ടൻസ് കൊടുക്കുകയാണ് കരിയർ. ഇപ്പോൾ ബ്രേക്കപ്പ് ആയോ, ഫൈൻ, ലെറ്റ് ഹിം ഗോ അല്ലെങ്കിൽ ലെറ്റ് ഹെർ ഗോ. കംപ്ലീറ്റ്ലി ലെറ്റ് ഗോ ചെയ്യാൻ പഠിക്കുക. അറ്റാച്ച്മെൻറ്റ് ഇല്ലാതെ ജീവിക്കാൻ പഠിക്കുക. പാരൻസിനോടാണെങ്കിലും ജോലിയോടാണെങ്കിലും എന്തിനോടാണെങ്കിലും, ഈ ടാരോ ആണെങ്കിലും അറ്റാച്ച്മെൻറ്റ്സ് വേണ്ട. നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ കാണുന്നില്ലെങ്കിൽ കാണണ്ട, അത്ര ഒന്നുമില്ലെങ്കിൽ ഇതുണ്ടെങ്കിൽ പറ്റും, അങ്ങനെ വേണ്ട. മനസ്സിലായോ? എല്ലാത്തിനും ഡിറ്റാച്ച്ഡ് ആവാൻ പഠിക്കുക. കാരണം ഇപ്പോൾ യൂണിവേഴ്സ് കൂടുതലും ടീച്ച് ചെയ്യിപ്പിക്കുന്ന ഡിറ്റാച്ച്മെൻ്റ് ആണ് കേട്ടോ. അപ്പോൾ ഇതാണ് എനിക്ക് പറയാനുള്ളത്. പൈൽ 2
അപ്പോൾ നിങ്ങൾക്ക് ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യൂ കേട്ടോ. ഓക്കെ, എന്തെങ്കിലും പേഴ്സണൽ റീഡിങ്സോ ഹീലിങ്സോ ഒക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാം. എല്ലാം പെയ്ഡ് ആയിരിക്കും. പിന്നെ ഒരു കാര്യം കൂടി ആഡ് ചെയ്യുന്നുണ്ട്, സ്പിരിച്വൽ പ്രാക്ടീസസ് ആണ് ഞാൻ ചെയ്യുന്നത്. ഓക്കെ, അതുകൊണ്ട് അവിടെ ഒരു എമൗണ്ട് എനർജി എക്സ്ചേഞ്ച് വെച്ചിട്ടുണ്ട്. അതും നിങ്ങൾ ഇത്ര കുറയ്ക്കൂ ഇത്ര കൂടൂ എന്ന് അങ്ങനെ പറയരുത് കേട്ടോ. കാരണം അത് ഒരു ഡിവൈനായിട്ട് തരുന്ന ഒരു എനർജിയാണത്. അവിടെ നമുക്ക് അതിനെ വെട്ടിക്കുറയ്ക്കാൻ സാധിക്കില്ല. മനസ്സിലായോ? അതെൻ്റെ സോൾ പർപ്പസാണ്. അവിടെ എനർജി അത്യാവശ്യമാണ്. മനസ്സിലായപ്പോൾ നമ്മൾ ബാക്കിയുള്ള കോഴ്സിലൊക്കെ നിങ്ങൾ ഇത്ര പൈസ കുറയ്ക്കൂ ഓഫർ ഇടൂ എന്നൊക്കെ പറയും. പക്ഷേ ഇത് സ്പിരിച്വൽ പ്രാക്ടീസിന് അങ്ങനെ ഓഫർ ചെയ്ത് കൊടുക്കേണ്ട സംഭവമല്ല. കാരണം അത് ഡിവൈൻ എനർജിയാണ്. അത് അതിന് പാകമുള്ളവർ വാങ്ങിയാൽ മതി, അത്രയേ ഉള്ളൂ. അല്ലെങ്കിൽ അതിന് വാല്യൂ കാണില്ല. അതുകൊണ്ട് അത് മനസ്സിലാക്കണം കേട്ടോ. ചിലവർ വന്നിട്ട് അവരുടെ ക്യാരക്ടർ അങ്ങനെ ആയിരിക്കും, എല്ലാത്തിനും ഒന്ന് കുറയ്ക്കാൻ. നമ്മൾ എബണ്ടൻ്റ് ആണെന്ന് എപ്പോഴും ചിന്തിക്കുക. നമ്മൾ അബണ്ടൻസ് ചിന്തകൾ വരുമ്പോൾ മാത്രമേ നമ്മളിലേക്ക് അബണ്ടൻസ് വരുള്ളൂ. നമ്മൾ വളരെ ലോ ചിന്താഗതി ഫിനാൻഷ്യൽ കാര്യങ്ങളിൽ ഇങ്ങനെ പൈസ കുറഞ്ഞ് അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ സബ് കോൺഷ്യസ് ചിന്തിക്കുന്നത് അവർ വളരെ അബണ്ടൻസ് കുറഞ്ഞ ചിന്താഗതിയുള്ള ആളുകളാണ്. അപ്പോൾ അവരിലേക്ക് ആ ഒരു എനർജീസുള്ള കാര്യങ്ങളാണ് നിങ്ങളിലേക്ക് വരിക. നിങ്ങൾ ചിന്തിച്ച് നോക്കൂ, നല്ല അബണ്ടൻസ് ആയുള്ള ആളുകൾ എപ്പോഴും അവർ ചിന്തിക്കുന്നത് അവരെപ്പോഴും റിച്ച് ആണെന്നുള്ളത് ചിന്തയാണ്. ആ റിച്ച് ചിന്താഗതിയിൽ നിന്നാണ് അവർക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് അവൈലബിൾ ആയിട്ട് വരുന്നത്. നിങ്ങൾ ഒരു സൈക്കോളജി ഓഫ് മണിയൊക്കെ വായിക്കുമ്പോൾ ഒരുപാട് അറിയാൻ പറ്റും. മണി റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സൊക്കെ ചെയ്യുമ്പോൾ എപ്പോഴും പറയുന്നത് എപ്പോഴും റിച്ച് ആയിട്ട് ചിന്തിക്കുന്നത്. നമ്മുടെ അക്കൗണ്ടിൽ ഒരു രൂപ പോലും ഉണ്ടാവില്ല, പക്ഷേ ഞാൻ അബണ്ടൻ്റ് ആണ്, ഞാൻ റിച്ച് ആണ്, എന്നിലേക്ക് ഒരുപാട് ധനം വന്നുകൊണ്ടിരിക്കും. ഇങ്ങനത്തെ എനർജിയാണ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ പഠിക്കുക. ഓക്കെ, സോ താങ്ക് യു.